അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന കിതാബാണ്. ആദ്യം പാഠഭാഗം വായിക്കാൻ പഠിക്കാം. അദ്ദറസുൽ അവ്വലു തഹ്സീനുൽ ളാഹിരി വൽ ബാത്തിനി. അയ്യുഹൽ വിൽദാൻ ഇന്ന ദീനൽ ഇസ്ലാമി ഖൈറുൽ അദിയാൻ. ഖാലല്ലാഹു തആല ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. فينبغي علينا أن نعلم أن معارف الدين منحصرة في 3 أمور هي الإيمان والإسلام والإحسان، ويعبر عنها بعلوم العقائد والفقه والتصوف. ويشير إلى هذا ما رواه الشيخان عن عمر رضي الله عنه إذ أتى النبي صلى الله عليه وسلم جبريل وسأله عن الإيمان فبينه عنه وصدقه جبريل، ثم سأله عن الإسلام فبينه عنه وصدقه جبريل، ثم سأله عن الإحسان فبين النبي صلى الله عليه وسلم وقال الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. ففهمنا أن الإحسان هو الإخلاص، فنجد في قلوبنا أن الله سبحانه وتعالى أمامنا ويرانا ونحن نناحيه ونعمل له مواجهة ومشاهدة، فيوجد في قلوبنا الخشوع والخضوع والإخلاص، كما أن الأجير إذا علم أن مالكه يرى عمله يعمل جيدا. وبالجملة الإحسان تحسين البواطن مع تحسين أعمال الظواهر حتى تصير أعماله مقبولة مرضية عند الله. ويسمى هذا العلم علم التصوف. قال الله تعالى وأحسنوا إن الله يحب المحسنين. പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള അർത്ഥം നോക്കാം. അൽ മഅന മആരിഫ് അറിവുകൾ, മുൻഹസിറ ക്ലിപ്തം, മുവാജഹ മുഖാമുഖം, മുഷാഹദ ദർശനം, അൽ അജീർ വേലക്കാരൻ, ജയ്യിദ് നല്ലത്. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അദ്ദറസുൽ അവ്വലു പാഠം 1 തഹ്സീനുൽ ളാഹിരി വൽ ബാത്തിനി ആന്തരികവും ബാഹ്യവും നന്നാക്കൽ. അയ്യുഹൽ വിൽദാൻ അല്ലയോ കുട്ടികളെ, ഇന്ന ദീനൽ ഇസ്ലാമി ഖൈറുൽ അദിയാൻ മതങ്ങളിൽ ഉത്തമമായത് ഇസ്ലാം മതമാണ്. ഖാലല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ആകുന്നു. ഫയംബഗി അലൈന അൻ നഅലമ അന്ന മആരിഫദ്ദീനി മുൻഹസിറത്തുൻ ഫീ 3 ഉമൂരിൻ. അപ്പോൾ ദീനിൻ്റെ അറിവുകൾ 3 കാര്യങ്ങളുടെ മേൽ ക്ലിപ്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയൽ അത്യാവശ്യമാണ്. ഹിയ അൽ ഈമാനു വൽ ഇസ്ലാമു വൽ ഇഹ്സാൻ. അത് ഈമാനും ഇസ്ലാമും ഇഹ്സാനുമാകുന്നു. വയുഅബ്ബറു അൻഹ ബിഉലൂമിൽ അഖാഇദി വൽ ഫിഖ്ഹി വതസവ്വുഫി. വിശ്വാസപരമായ അറിവുകൾ, കർമ്മപരമായ അറിവുകൾ, സൂഫിസത്തിൻ്റെ അറിവുകൾ എന്നിങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. വയുഷീറു ഇലാ ഹാദാ മാ റവാഹു ഷെയ്ഖാനി അൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതിലേക്ക് സൂചിപ്പിക്കുന്നു. ഇത് അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലു വസഅലഹു അനിൽ ഈമാൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു ഈമാനിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫബയ്യനഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കി കൊടുത്തു. വസദഖഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ വാസ്തവമാക്കുകയും ചെയ്തു. സുമ്മ സഅലഹു അനിൽ ഇസ്ലാം. പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു. ഫബയ്യനഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിവരിച്ചു കൊടുത്തു. വസദഖഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അത് വാസ്തവമാക്കുകയും ചെയ്തു. സുമ്മ സഅലഹു അനിൽ ഇഹ്സാൻ. പിന്നീട് അദ്ദേഹം ഇഹ്സാനെക്കുറിച്ച് ചോദിച്ചു. ഫബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുത്തു. വഖാല. അദ്ദേഹം പറഞ്ഞു,
അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്നാൽ അള്ളാഹുവിനെ കൺമുൻപിൽ കാണുന്നു എന്ന ഭാവത്തിൽ അവൻ നിന്നെ ആരാധിക്കുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഫഫഹിംന അന്നൽ ഇഹ്സാന ഹുവൽ ഇഖ്ലാസ്. അപ്പോൾ ഇഹ്സാൻ എന്നാൽ അത് ഇഖ്ലാസ് ആണെന്ന് നാം മനസ്സിലാക്കി. ഫനജിദു ഫി ഖുലൂബിന അന്നല്ലാഹ സുബ്ഹാനഹു വതആല അമാമന വയറാന വനഹ്നു നുനാഹിഹി വനഅമലു ലഹു മുവാജഹതൻ വമുശാഹദതൻ ഫയൂജദു ഫി ഖുലൂബിനൽ ഖുശൂഅ വൽ ഖുളൂഅ വൽ ഇഖ്ലാസ്. നിശ്ചയം അല്ലാഹു തആല നമ്മുടെ മുന്നിലുണ്ട്. അവൻ നമ്മെ കാണുന്നു. നാം അവനെ കാണുകയും അവനോട് അഭിമുഖ സംഭാഷണം നടത്തുകയും അവനു വേണ്ടി മുഖാമുഖമായും ദർശനമായും കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ വന്നാൽ അപ്പോൾ നമുക്ക് ഭയഭക്തിയും വിനയവും നിഷ്കളങ്കതയും ഉണ്ടാകും. കമ അന്നൽ അജീറ ഇദാ അലിമ അന്ന മാലിക്കുഹു യറ അമലഹു യഅമലു ജയ്യിദ്. നിശ്ചയം ഒരു വേലക്കാരൻ തൻ്റെ ജോലി യജമാനൻ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ നന്നായി ജോലി ചെയ്യുന്നത് പോലെ. അബിൽ ജുംലത്ത് ആകെ സാരം അൽ ഇഹ്സാനു തഹ്സീനുൽ ബവാത്തിനി തഹ്സീനി അഅ്മാലിൽ ലവാഹിരി ഹത്താ തസീറ അഅ്മാലുഹു മഖ്ബൂലത്തൻ മർളിയത്തൻ ഇൻദല്ലാഹി. ഇഹ്സാൻ എന്നാൽ ബാഹ്യമായ കർമ്മങ്ങൾ നന്നാക്കലോടുകൂടി ആന്തരിക കർമ്മങ്ങളും നന്നാക്കലാകുന്നു. തൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ടതും സ്വീകരിക്കപ്പെട്ടതുമാകുവോളം. വയുസമ്മ ഹാദൽ ഇൽമു ഇൽമു തസവുഫി. ഈ വിജ്ഞാനത്തിന് ഇൽമു തസവുഫ് എന്ന് പറയപ്പെടുന്നു. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്യുവിൻ, നിശ്ചയം അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. പാഠഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ്. 1. മഅറഫുദ്ദീൻ മുൻഹസിറത്തൻ ഫി സലാസത്തി ഉമൂരിൻ മാഹിയ. ദീനിൻ്റെ അറിവുകൾ 3 കാര്യങ്ങളുടെ മേൽ ക്ലിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. അവകൾ ഏതെല്ലാം? ഹിയ അൽ ഈമാനു വൽ ഇസ്ലാമു വൽ ഇഹ്സാനു. അത് ഈമാനും ഇസ്ലാമും ഇഹ്സാനുമാകുന്നു. 2. മാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇഹ്സാൻ. ഇഹ്സാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കൺമുൻപിൽ കാണുന്നു എന്ന ഭാവത്തിൽ അവനെ നീ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 3. മാദാ യുസമ്മ ഇൽമുൽ ഇഹ്സാൻ. ഇൽമുൽ ഇഹ്സാൻ്റെ മറ്റൊരു പേരെന്ത്? ഇൽമു തസവുഫ്. അടുത്തത് സെൽ മുനാസിബ് ബിൽ മുനാസിബ്. അനുയോജ്യമായതുകൊണ്ട് ചേരുംപടി ചേർക്കുക. 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഇൽമുൽ ഖായിദ്, ഇൽമുൽ ഫിഖ്ഹ്, ഇൽമു തസവുഫ്. അടുത്ത സൈഡിൽ അൽ ഇഹ്സാൻ, അൽ ഈമാൻ, അൽ ഇസ്ലാം. ഇതിനെ ചേരുംപടി ചേർക്കാനാണ്. ഇൽമുൽ അഖായിദ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അൽ ഈമാൻ, ഈമാനുമായി ബന്ധപ്പെട്ട വിശ്വാസകാര്യങ്ങളാണ് ഇൽമുൽ അഖായിദ്. അടുത്തത് ഇൽമുൽ ഫിഖ്ഹ്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടത് എന്താണ്? അൽ ഇസ്ലാം. അടുത്തത് ഇൽമു തസവുഫ്, തസവുഫുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അൽ ഇഹ്സാൻ. മനസ്സിലായല്ലോ. അടുത്തത് ഉക്തുബുൽ മഅന, അർത്ഥം എഴുതുക. 1 മആരിഫ്, 2 മുവാജിഹ, 3 മുശാഹദ, 4 അജീർ, 5 ജയ്യിദ്. ഇതിൻ്റെ ഉത്തരങ്ങൾ പാഠഭാഗത്ത് മുകൾ ഭാഗത്ത് തന്നിട്ടുണ്ട്. നോക്കി എഴുതുക. പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരമായാൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.